ഹായ് സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊഫറിന് മേലെ പ്ലേസ് താഴോട്ട് പുതിയൊരു പട്ട പോലെ ബോബ് പോലെ വന്നിട്ടുള്ള കൈയാണ്. അതിന്റെ കൈയിന്റെ കട്ടിങ് ഞാൻ ആദ്യം കാണിച്ചിരുന്നു. അതിന്റെ പീസുകളാണിത്. ഈ രണ്ട് പീസുകൾ താഴോട്ടുള്ള പീസ്. എപ്പോഴും ഉള്ളും പുറം നോക്കുക, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയ ചോക്ക് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഉള്ളും പുറം മാറിപ്പോവില്ല. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മാർക്ക് കൊടുത്താൽ നമുക്ക് ഉള്ളും പുറം മാറില്ല. അതിനാണ് മാർക്ക് ഇട്ടുള്ളത്. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ കൈയിന്റെ അടിഭാഗമാണ്. അടിഭാഗം നമ്മൾ ഇതേമാതിരി അരഞ്ച് തുമ്പിട്ടിട്ടുണ്ട്. ആ തുമ്പിൽ അരഞ്ച് ചെയ്ത അടിഭാഗം മടക്കി അടിക്കുക. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് 2 സ്റ്റിച്ചുകൾ കാണിച്ചിരുന്നു. ആദ്യം കാലിഞ്ചിന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒന്നുകൂടെ മടക്കി പിടിച്ചിട്ടുക. കൈയിന്റെ ഏറ്റവും അടിഭാഗമാണിത്. ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ തന്നെ അടുത്ത കൈയും കാലിഞ്ചിലൊന്ന് മടക്കുക. കാലിഞ്ചിൽ വീണ്ടും മടക്കി പിടിച്ചിട്ട് കൈയിന്റെ അടിഭാഗം നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞ് ഈ കൈയിന്റെ മേൽഭാഗമില്ല, കൈയിന്റെ ടൈറ്റ് വരുന്ന ഭാഗം നമ്മൾ പപ്പ് പിക്കേണ്ട ഭാഗം. അവിടുത്തെ അളവ് നോക്കുക. 14 ഇഞ്ച്. 14 ഇഞ്ച് ടോട്ടൽ കിട്ടിയായിരുന്നു. അതിന്റെ ഉള്ളിൽ പപ്പ് കൊടുക്കുക. 14 ഇഞ്ച്. അതിന്റെ സെന്ററില് ഇട്ട് കൊടുക്കുക. അപ്പൊ സെന്റർ മാറ്റി കൊടുക്കുക. ഇതിനെ തൽക്കാലം നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മള് മാർക്ക് ചെയ്ത് വെച്ച് ഇതിന് സെന്റർ മാർക്ക് ചെയ്യുക. സെന്റർ ഇങ്ങനെ സെന്റർ മടക്കി വെച്ചിട്ട് ഇത് ചെറിയ വെട്ടിട്ട് വരിക. അതുപോലെ തന്നെ ഇവിടെ 1 ഇഞ്ച് തുമ്പ് ക്ലീനായിട്ട് എടുത്ത് നോക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 14 ഇഞ്ചിന്റെ പാതി 7 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. 7 ഇഞ്ച് കറക്റ്റല്ലേ നോക്കുക. ഒരു പ്ലേറ്റ് കൂടി ഇടാനുള്ള ഗ്യാപ്പുണ്ട്. അത് കഴിയുമ്പോൾ 7 ഇഞ്ച് കിട്ടി. ഇതുപോലെ ഇതിന് ഫുള്ളായിട്ട് പതിനാല് ഇഞ്ച് കിട്ടണം. ടോട്ടൽ 14 ഇഞ്ച് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം പഫ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു കൈയിന്റെ താഴെ ഭാഗത്തെ പഫ് ടൈറ്റ് വരുന്ന ഭാഗം നമ്മുടെ പഫ് ഇട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് കൈയിൽ എടുക്കുക. അതേ അളവിൽ പഫ് ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് തുമ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി പഫ് ഇട്ട് തുടങ്ങുക. മുക്കാൽ ഭാഗം പഫ് ഇട്ടിട്ട് നമ്മളിങ്ങനെ 2 കൈയും ഒരുമിച്ച് പിടിച്ച് നോക്കുക. ഏകദേശം 2 കൈയും ഒരുമിച്ചായിട്ട് ഒരു താഴെ ഭാഗം പഫ് ഇട്ട് നോക്കുക. ഇനി നമ്മൾ കൈയിന്റെ റിഗാർഡ് കറക്റ്റ് ചെയ്തിട്ട് മേൽഭാഗം പൊക്കോട്ട് കൊടുക്കുക.
അതിന്റെ ഭാഗത്തും ഇതേമാതിരി 1 ഇഞ്ച് സ്പേസ് ഇടുക. താഴെ പൊപ്പിട്ടതുപോലെ തന്നെ അപ്പൊ നമ്മൾ കയ്യിൽ പൊപ്പിട്ടിരുന്ന് ഇതുപോലെ തന്നെ ഉള്ളും പുറം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എടുക്കുക. ഇത് കഴിയുമ്പോൾ നമ്മൾ പൊപ്പ് ഇട്ടതുപോലെ തന്നെ 1 ഇഞ്ച് സ്പേസ്